ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുക നമ്മുടെ കാദംബരി ടേബിളൊക്കെ ഇങ്ങനെ തുടച്ച് ഇങ്ങനെ വൃത്തിയാക്കിയ ആ സമയത്താണ് ലക്ഷ്മി വരുന്നത്. അപ്പം ലക്ഷ്മി പറയാണ്, മോളെ കാദംബരി, നിനക്കേ ഇവിടെ കുറച്ച് ദിവസം നിന്നൂടെ? ദേ കൊച്ചിനെ കൊണ്ടുവന്ന് ഇവിടെ നിർത്തിയിട്ട് നീ എൻ്റെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ വളരെയേറെ ആശ്വാസമാകും കാദംബരി എന്നിങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും കാർത്തികയും വരികയാണ്. അപ്പം കാർത്തിക വന്നിട്ട് അമ്മ പറയുന്നതിൽ സത്യം ഉണ്ട് കേട്ടോ കാദംബരി. കാരണം കാദംബരി ഇവിടെ നിന്ന് അമ്മയോടൊപ്പം ഒരു സഹായമായിട്ട് അങ്ങനെ നിന്നോന്നേ. പിന്നെ കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു മകള് പോയാൽ മറ്റൊരു മോള്, അത്രയും മാത്രം വിചാരിച്ചാൽ മതി എന്നും പറയണം. എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിങ്ങളൊന്ന് രതീഷേട്ടനോടൊന്ന് സംസാരിക്കണം. രതീഷേട്ടനെ സമ്മതിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ അവിടെ പറയാം. പിന്നെ കല്യാണിയാണെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചായിരുന്നു. കാദംബരി ചേച്ചിക്ക് അവിടെ പോയി നിന്നൂടെ? അപ്പം ലക്ഷ്മി അമ്മയ്ക്ക് ഒരു സഹായമായല്ലോ, ഒരു കൂട്ടായല്ലോ. പിന്നെ കാദംബരി ചേച്ചിക്ക് ശമ്പളമൊക്കെ ജോലി ചെയ്തില്ലെങ്കിൽ ഞാൻ ഇട്ട് തന്നേക്കാം എന്നൊക്കെയാണ് കല്യാണി എന്നോട് പറഞ്ഞത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ, അയ്യോ, ഇവിടെ നിൽക്കുന്നത് കൊണ്ട് കാദംബരിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല, ഞങ്ങളും ഒരു വിഹിതം തന്നോളാം. ഒരു ജോലിക്കാരിയെ പോലെയൊന്നും അല്ല കേട്ടോ എൻ്റെ പൊന്നമ്മേ. എന്നെ ഇപ്പം ജോലിക്കാരിയായിട്ട് കണ്ടാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്കിവിടെ നിൽക്കുന്നത് കൊണ്ട് സന്തോഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ രതീഷ് വരുന്നത്. രതീഷ് ഭയങ്കര ടെൻഷനോടും ദുഃഖത്തോടു കൂടി തന്നെയാണ് അങ്ങോട്ട് കടന്നു വരുന്നത്. അപ്പോൾ രതീഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അതേ രതീഷേട്ടൻ വന്നല്ലോ എന്നിങ്ങനെ പറയാം. പിന്നെ രതീഷിനെ കുറിച്ച് ഇപ്പം ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ, അപ്പോഴേക്കും വന്നല്ലോ. അപ്പോൾ നമ്മുടെ കാദംബരി ചോദിക്കണം, രതീഷേട്ടാ, ഇവരെന്നോട് പറയുന്നതേ കൊച്ചിനായിട്ട് ഇവിടെ വന്ന് കുറച്ച് ദിവസം നിൽക്കാനാ പറയുന്നത്. എന്താ രതീഷേട്ടൻ്റെ സമ്മതമാണോ? ഞാനിവിടെ നിന്നോട്ടെ? ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രതീഷാണെങ്കിൽ, നീ നിന്നോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ കാദംബരി, നീ അങ്ങോട്ടൊന്ന് വന്നേ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറയാം. അപ്പോൾ എന്താ രതീഷേട്ടെന്ന് ചോദിക്കണം. നീ വാ കാദംബരി. അങ്ങനെ കാദംബരിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് രതീഷ്. അപ്പോൾ രതീഷ് അങ്ങനെ പോയി കാണുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കാർത്തികാണെങ്കിൽ രതീഷേട്ടൻ്റെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം ഉണ്ടല്ലോ അമ്മേ. ടെൻഷനോട് കൂടി തന്നെയാണല്ലോ വന്നത്. എന്തായിരിക്കും കാദംബരിയെ വിളിച്ചുകൊണ്ട് പോയത്? അങ്ങനെ കാദംബരിയെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിട്ട് നമ്മുടെ രതീഷ് ഭയങ്കര ടെൻഷനിൽ നിൽക്കുക. എന്താ രതീഷേട്ടാ, അവരൊന്നും കേൾക്കാൻ പാടില്ലാത്ത കാര്യം എന്നോട് എന്താ പറയാനുള്ളത്? എന്താന്ന് വെച്ചാൽ പറ. രതീഷേട്ടൻ്റെ മുഖത്ത് ഭയങ്കര ഒരു ടെൻഷനുണ്ട്, അതെനിക്ക് മനസ്സിലായല്ലോ രതീഷേട്ടാ. അത് പിന്നെ കാദംബരി, ഞാൻ ഈ കാര്യം പറയാൻ നേരത്തെ നീ കിടന്ന് നിലവിളിക്കാൻ നിൽക്കരുത്. നിന്നോട് തന്നെ എങ്ങനെ പറയണമെന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഞാൻ. എന്താ രതീഷേട്ടാ, എന്തെങ്കിലും സംഭവിച്ച ആർക്കും എന്തെങ്കിലും അപകടം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും, അത് പിന്നെ ഹോസ്പിറ്റലിൽ നീ ഒന്ന് പോയി കൂട്ടിരിക്കണം. ഹോസ്പിറ്റലിൽ കൂട്ടിരിക്കാനോ? ആർക്ക്? എന്തിനു വേണ്ടി? രതീഷേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല രതീഷേട്ടാ. അതല്ല കാദംബരി, കല്യാണിക്ക് ഒരു അപകടം പറ്റി. ഇത് കേട്ടപ്പോൾ തന്നെ നമ്മുടെ കാദംബരി ഞെട്ടിപ്പോയി. കല്യാണിക്ക് അപകടം പറ്റിയെന്നോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന് കരയാണ്. എന്താ രതീഷേട്ടാ, എൻ്റെ കല്യാണിക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ചപ്പോഴേക്കും, കല്യാണിക്ക് എന്താണ് കൃത്യമായിട്ട് പറ്റിയതെന്നൊന്നും അറിയില്ല. ഓഫീസിലേക്ക് കിരൺ സാറിൻ്റെ ഫോൺ വരികയാണ് ചെയ്തത്. ആ സമയത്ത് കല്യാണിക്ക് അപകടം പറ്റിയെന്ന് മാത്രമേ കിരൺ സാറ് പറഞ്ഞുള്ളൂ. ഇപ്പോൾ ഹോസ്പിറ്റലാണ്, എന്തായി ഏതായി എന്നൊന്നും അറിയില്ല. രതീഷേട്ടാ, എൻ്റെ കല്യാണിക്ക് ഇപ്പം എങ്ങനെയുണ്ട് രതീഷേട്ടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കാർത്തികയും ലക്ഷ്മിയും കൂടി വരുന്നത്. അപ്പോൾ ഇവർ നിൽക്കുന്നത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും, എന്താ രതീഷേ, എന്താ പ്രശ്നം? എന്തിനാ കാദംബരി കരയുന്നത്? എന്തോ പ്രശ്നമുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ പറ രതീഷേ എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ കാദംബരി വീണ്ടും കരഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ കാദംബരി തന്നെ പറയാണ്, അത് പിന്നെ ചേച്ചി, കല്യാണിക്ക് ഒരു അപകടം പറ്റി ചേച്ചി. ഇത് കേട്ടതും നമ്മുടെ കാർത്തികയും ഞെട്ടിപ്പോവാണേ. കല്യാണിക്ക് അപകടം പറ്റിയെന്നോ? അതെ കാർത്തികേ, കല്യാണി ഇപ്പോൾ ഹോസ്പിറ്റലാണെന്നാണ് കിരൺ സാറ് പറഞ്ഞത്. ഹോസ്പിറ്റലാണെന്നോ? എങ്കിൽ പിന്നെ ഞാനും വരുന്നു, എനിക്കും കാണണം കല്യാണിയെ. ഞാൻ വന്നേ അടങ്ങുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ കാർത്തികേ, കാരണം അച്ഛൻ ഈ കാര്യം അറിയും, അദ്ദേഹം റൂമിലല്ലേ ഉള്ളത്, അതുകൊണ്ട് നിങ്ങൾ വന്നാൽ ശരിയാവില്ലെന്നേ. ഇപ്പോൾ കാർത്തികൊന്നും അങ്ങോട്ട് വരേണ്ട കാര്യമില്ല.
ഞാൻ പോയി ഒന്ന് വിശദമായിട്ടൊന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ, അതിനുശേഷം മതി നിങ്ങൾ വരുന്നത്. പിന്നെ അച്ഛൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നവും. ഒന്നാമത് തന്നെ സുഖമില്ലാത്ത മനുഷ്യനല്ലേ, ഒറ്റക്കൊക്കെ കഴിഞ്ഞ ആളല്ലേ. അതുകൊണ്ട് അദ്ദേഹം ഈ ഒരു കാര്യം അറിയാതെ ഒന്ന് നോക്കണം. കല്യാണിക്ക് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ സങ്കടത്തിലാവും. അല്ലെങ്കിൽ തന്നെ മക്കൾക്ക് വേണ്ടി കാവലിരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് ഇനി ഒരു ദുരന്തത്തിലേക്ക് തള്ളിയിടാനായിട്ട് പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ രതീഷ് പറയുകയാണ്. ഞാനേതായാലും ഹോസ്പിറ്റലിൽ വരെയും പോവുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഈ പ്രകാശിനെ കാണിക്കുകയാണ്. അപ്പോൾ പ്രകാശിനാണെങ്കിൽ ഒരുങ്ങി പിടിച്ചിട്ട് എവിടെയൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പ് എടുത്തുകൊണ്ടിരിക്കുക. ആ സമയത്താണ് കാർത്തിക അങ്ങോട്ട് കയറി ചെല്ലുന്നത്. കാർത്തിക ഭയങ്കര ഒരു സങ്കടത്തോടു കൂടി തന്നെ കയറി ചെല്ലുന്നത്. പക്ഷേ പ്രകാശിൻ്റെ മുന്നിൽ അതൊന്നും കാണിക്കാനായിട്ട് പാടില്ലല്ലോ. അങ്ങനെ പ്രകാശൻ പറയണം, മോളെ നീ വന്നോ മോളെ. അതെ, എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് കേട്ടോ മോളെ. അത് മോള് പോകുന്നതിന് മുമ്പ് തന്നെ മോളും കല്യാണിയും കിരണും അതേപോലെ തന്നെ ദിലീപും കാദംബരിയും എല്ലാവരും കൂടി ചേർന്ന് നമുക്കൊന്ന് പുറത്തേക്ക് പോകണം. എന്നിട്ട് പുറത്തൊക്കെ പോയി നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അടിച്ച് പൊളിച്ച് ഒരു ദിവസം അങ്ങോട്ട് നിൽക്കണം മോളെ എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പോൾ കാർത്തിക് ഇങ്ങനെ തന്നെ പ്രകാശിനെ നോക്കി തന്നെ നിൽക്കുക. എന്താ മോളെ, മോളെന്തൊന്നും മിണ്ടാത്തത്? അവൾക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഏയ് ഇല്ലച്ചാ, എനിക്കൊരു ടെൻഷനും ഇല്ല. കല്യാണിയും കൂടി കൂട്ടണം. കല്യാണിക്കും ഒരുപാട് ആഗ്രഹമാണ് നമ്മളോടൊപ്പമൊക്കെ മുന്നോട്ട് വരാനായിട്ട്. പിന്നെ നിനക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ. എന്താ ദിലീപ് വഴക്ക് പറയോ? നമ്മളോടൊപ്പം വരുന്നതിന് ദിലീപ് എന്തെങ്കിലും പറയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ദിലീപിനോട് സംസാരിക്കാന്നേ, കുഴപ്പമൊന്നുമില്ല. ഏയ് ദിലീപേട്ടൻ അങ്ങനെയൊന്നും പറയില്ല അച്ഛാ. പിന്നെ എന്താ നിന്റെ പ്രശ്നം? ഞാൻ പറഞ്ഞല്ലേ എല്ലാവരും കൂടി പുറത്തേക്ക് പോകണമെന്ന്. മക്കൾക്ക് വേണ്ടി ജീവിക്കാനാണ് ഈ അച്ഛന് ഇഷ്ടം. മകളെ നിങ്ങളെ ഒരു ദിവസം പോലും കാണാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ദിലീപ് വഴക്ക് പറയുമെങ്കിലും മോള് വീട്ടിലേക്ക് പോയിക്കോ. ഞാനും കല്യാണിയും കിരണും കൂടി മോളെ കാണാനായിട്ട് അങ്ങോട്ട് വന്നേക്കാം. എന്താ അതുപോലെ? എന്നാലും നിങ്ങളെ കാണാതിരിക്കാനായിട്ട് എനിക്ക് കഴിയില്ലെന്നേ. കല്യാണിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ഉണ്ട്. ആ ബഗാസുരനില്ലേ, അവൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അവനിനി കല്യാണിയെ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ എൻ്റെ മനസ്സിൽ ഭയങ്കര പേടിയാണ്. അതുകൊണ്ട് ആ ഒരു ടെൻഷൻ നിൽക്കുകയാണ് ഞാനും. ഇത് കഴിഞ്ഞപ്പോഴേക്കും അതിന് ടെൻഷനൊന്നും വേണ്ട അച്ഛാ. മോൾക്കാണല്ലോ ഇപ്പം ടെൻഷൻ. എന്താ കാര്യം? അത് പിന്നെ അച്ഛാ വേറൊന്നുമല്ല, ഈ പോലീസുകാർ വന്നും പോയൊക്കെ ഇറങ്ങുകയാണല്ലോ, അവരോട് പോകാൻ പറ. അവരെന്ത് കണ്ടിട്ടാണ് ഈ കേസ് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്നത്? ഗംഗാപ്രസാദിനെ കുറിച്ചോ? ഗംഗാപ്രസാദ് ആ കല്യാണ പന്തലിൽ വന്നെന്ന് വിചാരിച്ചോ? അവൻ ചിലപ്പോൾ വന്നിട്ടുണ്ടാവും. പക്ഷേ കിരണും ബാക്കിയുള്ളവരൊന്നും ഗംഗാപ്രസാദിനെ കണ്ടിട്ടുണ്ടാവില്ല. കിരണൊക്കെ പുറത്ത് നിൽക്കുകയായിരുന്നില്ലേ? അവനെ ഇനി കാണാൻ പറ്റില്ലെങ്കിൽ അവൻ്റെ സ്വഭാവം അനുസരിച്ച് അവനെ എല്ലാവരും തല്ലി ചതച്ച് കൊന്നിട്ടുണ്ടാവും. അതായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് മോൾ ആ കാര്യത്തെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്നേ. മോൾ ടെൻഷൻ അടിക്കുന്ന കാണുമ്പോൾ തോന്നുമല്ലോ ഗംഗാപ്രസാദ് ഇവിടെ എവിടെയോ ഉണ്ടെന്ന്, അങ്ങനെ തോന്നുമല്ലോ. ഇത് കേട്ടപ്പോഴേക്കും കാർത്തിക് ഒന്ന് ഞെട്ടുകയാണ്. അതൊന്നും അല്ല അച്ഛാ, എന്നാലൊരു ഒരു പേടിയും വേണ്ട. നമുക്ക് ഏതായാലും ഔട്ടിങ്ങിനൊക്കെ ഒന്ന് പോകണം. എന്നിട്ട് അടിച്ച് പൊളിച്ച് എല്ലാവരും ഒന്നൊക്കെ കണ്ടിട്ട് മോളെ കല്യാണി വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചപ്പോഴേക്കും വിളിച്ചു വച്ചാ വിളിച്ചായിരുന്നു, എന്നെ അവൾ കാലത്ത് വിളിച്ചായിരുന്നു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഏതായാലും നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നാണ് എനിക്ക് ആഗ്രഹം. പിന്നെ എപ്പോഴും കാണണമെന്നൊരു മനസ്സിൽ തോന്നിയ ഒരാളുണ്ടായിരുന്നു. അവനിപ്പോൾ ജയിലല്ലേ, അവനിപ്പോൾ എനിക്ക് കാണണമെന്ന് പോലും തോന്നില്ല. അവൻ്റെ സ്വഭാവം മാറാനും പോകുന്നില്ല. അവനാണെങ്കിൽ എല്ലാം വെട്ടി പിടിക്കുന്ന ഒരു രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് അവനെ കാണേ വേണ്ട മോളെ, എനിക്ക് നിങ്ങളൊക്കെ മതി എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക. മോളെ, അച്ഛനൊരു കാര്യം തുറന്നു പറയട്ടെ മോളോട്. മോളുടെ മുഖം നോക്കുമ്പോഴേ മോളുടെ മുഖത്ത് ഭയങ്കര സങ്കടമുള്ളത് പോലെയാ അച്ഛന് തോന്നുന്നത്. എന്തെങ്കിലും സങ്കടം മനസ്സിലുണ്ടോ? പറ. ഇല്ലച്ചാ, എൻ്റെ മനസ്സിലൊരു സങ്കടമില്ല. പിന്നെ ഞാനിവിടെ നിന്ന് പോവാണല്ലോ, പിന്നെ അച്ഛനെയൊക്കെ എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. ആ ഒരു രീതിയിൽ ഞാൻ ചിന്തിച്ചെന്നേ ഉള്ളൂ. അതിനെന്താ, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ട് വരില്ലേ. പിന്നെ എപ്പോൾ വേണമെങ്കിലും മോൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. എന്നെ ദിലീപിനായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ലച്ചാ, ദിലീപിനായിട്ട് ഒരു പ്രശ്നമില്ല. ദിലീപ് നല്ല സ്നേഹമുള്ള ആളല്ലേ അച്ഛാ. അതാ ഞാൻ വിചാരിച്ചതേ, ദിലീപ് നല്ല സ്നേഹമുള്ള കൂട്ടത്തിലല്ലേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാർത്തിക് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കിരണിനെയാണ്. കിരണാണെങ്കിൽ ഭയങ്കരയേറെ സങ്കടപ്പെട്ടിരിക്കുക, കരഞ്ഞ് വല്ലാത്തൊരു അവസ്ഥ നിൽക്കുക. അപ്പോഴാ സരയു കയറി വരുന്നത്. കിരണിൻ്റെ ആ ഒരു അവസ്ഥയും കരച്ചിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ മനസ്സൊന്ന് കുളിർന്നു. സരയുവിന് ഭയങ്കരയേറെ സന്തോഷം തോന്നുക. അങ്ങനെ സരയു കിരണിനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. വേണോടാ
അവളിനി മരിച്ചാൽ മാത്രമേ എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒന്നും അറിയാത്ത രീതിയിൽ സരയു അങ്ങോട്ട് കയറി ചെല്ലുകയാണ്. കിരൺ, എന്തു പറ്റി കിരൺ? എന്താ സംഭവിച്ചത് കല്യാണിക്ക്? എങ്ങനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ സരയു, ഞങ്ങൾ സൈറ്റിലേക്ക് പോയപ്പോഴേ അവൻ അവിടെ ഉണ്ടായിരുന്നു. ആ ബഗാസുരൻ, നിന്നെ ഉണ്ടാക്കിയ തന്ത അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അയാൾ അവിടെ ഉണ്ടായിരുന്നോ? അവൻ എൻ്റെ കല്യാണിയുടെ പള്ളക്ക് നേരെ കത്തി കയറ്റി. അയ്യോ കിരൺ, അപ്പം തന്നെ അവനെ കൊല്ലായിരുന്നില്ലേ? എന്തിനാണ് അവനെ ജീവനോടെ വിട്ടത്? അവനെ പിടിക്കാനായിട്ട് കഴിഞ്ഞില്ല സരയു എനിക്ക്. അപ്പോ കല്യാണി നിലത്ത് വീണ് പിടയുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അപ്പൊ എനിക്ക് അവനൊന്നും ചെയ്യാനായിട്ട് പറ്റിയില്ല. പക്ഷേ അവനെ ഞാൻ പിടികൂടും. അവൻ്റെ അന്ത്യം തന്നെയായിരിക്കും. എൻ്റെ കയ്യിൽ പിടികൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ വെറുതെ വിടില്ല. എൻ്റെ കല്യാണി ഈ ഒരു അവസ്ഥയിലാക്കി അവനെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. എന്നിട്ട് കല്യാണിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഒന്നും അറിയില്ല സരയു. വല്ലാത്തൊരവസ്ഥയിലാണ് അവളിവിടെ കൊണ്ടുവന്നത്. അവളെ തിരിച്ചു കിട്ടുമെന്ന് പോലും എനിക്കറിയില്ല സരയു എന്നൊക്കെ പറയാണ്. അപ്പം സരയു മരിക്കട്ടെ, അവളും മരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ചിന്തിക്കുകയാണ് സരയു. അപ്പോഴാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത്. അപ്പം ഡോക്ടർ ഇറങ്ങി വരുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും, ഡോക്ടർ എങ്ങനെയുണ്ട് കല്യാണിക്ക് എന്തെങ്കിലും പറയാനായോ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല കിരൺ, ഒന്നും പറയാനായില്ല കിരണേ. കാരണം കല്യാണിയുടെ കരളിനാണ് കുത്തേറ്റിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ പരമാവധി ശ്രമിക്കാം, രക്ഷിക്കാനായിട്ട് നോക്കാം. പക്ഷേ എന്താവും ഏതാവുമെന്ന് ഒന്നും പറയാനായിട്ട് സാധിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. അപ്പം ഡോക്ടർ പോയി കഴിഞ്ഞപ്പോഴേക്കും സരയുവിൻ്റെ ഒടുക്കത്തെ അഭിനയം. സരയു കണ്ണു പൊത്തിയിരുന്ന് ഇങ്ങനെ കരയണം. അയ്യോ അയ്യോ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു ഹരിസാറിന് ഇഷ്ടപ്പെടാനായിട്ട്, നിങ്ങൾ എന്തിനാ ഇങ്ങനെ കിടന്ന് കരയുന്നത്? എന്തിനു വേണ്ടി ഇങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ സരയു ഹരിസാറിനെ ഒന്ന് നോക്കുകയാണ്. എന്ത് ചെയ്യാനാണ്? വന്നതൊക്കെ വന്നു പോയില്ലേ? ആ ബഗാസുരൻ അവിടെ വന്നു. അവളെ കുത്തുകയും ചെയ്തു, കല്യാണിയെ കുത്തുകയും ചെയ്തു. ഇനി ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോഴേക്കും, ഇല്ല ഹരിയേട്ടാ, എനിക്ക് അങ്ങനെ വെറുതെ ഇരിക്കാനായിട്ട് പറ്റില്ല. രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഞാൻ ആ ബഗാസുരനെ ഇനി ഞാൻ ജീവനോടെ വിടില്ല എന്നൊക്കെ പറയാണ്. എൻ്റെ ദൈവമേ, എന്നാലും അയാളെ കാണുമ്പോൾ വെറുതെ വിടരുത് കിരണേ. അയാളെ കുത്തി മലർത്തണം. കല്യാണി എങ്ങനെയാണോ വേദനിച്ചത് അതേപോലെ തന്നെ അയാളെ തീർക്കണമെന്ന് സരയുവിൻ്റെ ഭയങ്കര മറുപടി. അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സരയുവിനാണെങ്കിൽ ഭയങ്കര സന്തോഷം തോന്നുക. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബാക്കിയുള്ളവരെല്ലാവരും കൂടി ഓടിയെത്തുക. അതായത് കാർത്തികയും അതേപോലെ തന്നെ കാദംബരിയും ബാക്കിയുള്ളവരെയും കൂടി രതീഷൊക്കെ ഓടിയെത്തുക. ഓടി കഴിഞ്ഞപ്പോഴേക്കും കിരണേട്ട എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒന്നും പറയാനായിട്ടില്ല. ദൈവമേ, കല്യാണിയുടെ ഒരു അവസ്ഥ, ദൈവം അവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അവള് എന്തിനു വേണ്ടി അങ്ങോട്ട് പോയെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും സരയു കൺസ്ട്രക്ഷൻ ചെയ്ത ആ ഒരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിൽ ഇന്ത്യയിലെ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് അവൾ പോയത് എന്ന രീതിയിൽ ഇങ്ങനെ പറയാണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രതീഷ് പറയാണ്, സാറേ ഇനി സരയുവിനെ സംശയിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും വേണ്ട, അവളെ സംശയിക്കേണ്ട യാതൊരു കാര്യമില്ല. അവൾക്കാണെങ്കിൽ ആ ബഗാസുരനെ കണ്ണിന് നേരെ കണ്ടൂടാ. അയാളെ കാണാൻ പോലും പോയില്ല ഈ സരയു. പിന്നെ എന്തിനാണ് അവളെക്കുറിച്ച് ഓർക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, പക്ഷേ എങ്ങനെ ബഗാസുരൻ അവിടെ എത്തി സാറേ? എങ്ങനെയാണ് കല്യാണി അവിടെ ഉണ്ടെന്ന് ബഗാസുരൻ അറിഞ്ഞത്? അതൊന്നും അറിയില്ല. പക്ഷേ അയാൾ എത്തി. അയാൾക്ക് കല്യാണിയോട് അത്ര തീരാത്ത പകയാണല്ലോ. അവളെ തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണല്ലോ ഈ ബഗാസുരൻ. അതുമാത്രമാണോ? വേറൊരുത്തനുണ്ടല്ലോ ജയിലില്, വിക്രം. അവൻ കല്യാണിയെ തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ബഗാസുരനോട് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയായിരിക്കും ബഗാസുരൻ മണുത്ത് ആ ഒരു സൈഡിലെത്തിയത്. എന്നാലും അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല എൻ്റെ രതീഷേ. കണ്ടിട്ട് സഹിക്കാൻ പോലും പറ്റുന്നില്ല എന്നൊക്കെ പറയാണ്. കാർത്തികമാണെങ്കിലും ആകെ സങ്കടമാണ്. അച്ഛൻ ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും, ഇല്ല അറിഞ്ഞിട്ടില്ല. വേണ്ട, കല്യാണിയുടെ കാര്യം അച്ഛനോട് പറയണ്ട. അല്ലെങ്കിൽ കാർത്തികയ്ക്ക് അപകടവും പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് കാവലിരിക്കുകയായിരുന്നു നമ്മുടെ അച്ഛൻ. പിന്നെ കല്യാണിക്കും കൂടി അപകടം പറ്റിയെന്ന് അറിഞ്ഞു കഴിയുമ്പോഴേക്കും സഹിക്കാൻ പറ്റില്ല. പിന്നെ കല്യാണിക്ക് ബോധം വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അതിനെക്കുറിച്ച് വേദനിക്കും. അതുകൊണ്ട് ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് പറഞ്ഞ രതീഷേ, എനിക്ക് ഇനി ഇവിടെ നിൽക്കാനായിട്ട് സാധിക്കില്ല. എനിക്ക് പോണം, കണ്ടെത്തണം, അവനെനിക്ക് കണ്ടെത്തിയാൽ മതിയാവുള്ളൂ എന്നും പറഞ്ഞ് രതീഷിനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അപ്പോഴേക്കും
കാദംബരി ആണെങ്കിൽ പാവം കിരൺ സാറ് ഒരുപാട് വേദനിച്ചാ ഇവിടെ നിന്നത്. ശ്വാസം മുട്ടിയൊരു അവസ്ഥയിൽ ആ ബഗാസുരൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും നമ്മൾ കരുതിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ നമ്മുടെ രതീഷും അതേപോലെ തന്നെ കിരണും കൂടി ഇങ്ങനെ ഓരോ പ്ലാനുകൾ ഇങ്ങനെ നോക്കുക. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV ക്യാമറ ഇങ്ങനെ നോക്കണം, എന്തെങ്കിലും വിവരം കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി. എടാ ഏതായാലും CCTV ക്യാമറയിൽ കാണാനായിട്ട് സാധിച്ചത് ഒരു ഓട്ടോറിക്ഷ അതിലേ പോയിട്ടുണ്ട്. പക്ഷേ എന്താണ് ഏതാണെന്ന് നമുക്ക് വിശദമായിട്ട് അറിയണം. ഈ ഓട്ടോറിക്ഷ എവിടെയുണ്ട്, ഈ ഓട്ടോറിക്ഷക്കാരൻ ആരാണ് എന്നൊക്കെ നമുക്ക് വിശദമായിട്ട് അറിഞ്ഞാൽ മതിയാവുള്ളൂ. കിരൺ സാറേ, എനിക്കിപ്പോഴും ഒരു സംശയം ഉണ്ട് സാറേ. ആ സരയുവിനെ സംശയിക്കണമെന്ന്. ഇല്ലടാ, സരയുവിനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവളിപ്പോൾ നമ്മളുടെ പക്ഷത്ത് തന്നെയാണ്. അവൾക്ക് നേരെ ഒരുപാട് ചതികളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ സരയുവിനെ സംശയിക്കേണ്ടെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. പക്ഷേ അത് രതീഷിന് അത്ര വലിയ ദഹിച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും രതീഷിന് സരയുവിനെ തന്നെയാണ് സംശയം. അപ്പോഴേക്കും ഒരു ഓട്ടോറിക്ഷ വരുന്നത് കാണുകയാണ്. ആ ഓട്ടോറിക്ഷ അങ്ങോട്ട് പിടിച്ച് നിർത്തുകയാണ്. അതെ ചേട്ടാ, ഈ ഓട്ടോറിക്ഷ ഈ റൂട്ടിൽ ഓടുന്നതാണോ എന്ന് ചോദിക്കുകയാണ്. ഈ ഓട്ടോറിക്ഷ ഈ റൂട്ടിൽ ഓടുന്നതാണല്ലോ. എങ്കിൽ പിന്നെ ഞങ്ങൾക്ക് അയാളെ ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? അതിനെന്താ സാറേ, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.